ഇടവിളക്കൃഷിയില്ലാതെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാലമാണ് ഇത്. എല്ലാ ഇലക്കറികളിലും കീടശല്യം അധികമായതിനാൽ കീടനാശിനി ഇല്ലാതെ ഓപ്പൺ പറമ്പിലെ വ്യാവസായിക കൃഷി സാധ്യമല്ല. എന്നാൽ ചീരച്ചേമ്പിൽ പുഴു കീടശല്യം ഇല്ലാത്തതിനാൽ തോട്ടകൃഷിയിൽ കീടനാശിനിക്ക് വേണ്ട വൻതുക ലാഭിക്കാം. കിഴങ്ങ് ഇല്ലാത്തതിനാൽ എലിശല്യം ഉണ്ടാവുകയില്ല. നാടൻ ചീര പോലെ ഷെൽഫ് ലൈഫ് കുറവായതിനാൽ പല കടകളിലായി കുറഞ്ഞ അളവിൽ വിൽപ്പന സൗകര്യമുണ്ടെങ്കിൽ നിസ്സാര ചെലവിൽ ദിവസവും തണ്ടുവെട്ടി ചെറിയൊരു ലാഭം കർഷകർക്കുണ്ടാക്കാം. 30 സെന്റിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഓരോ 5 സെന്റിൽ നിന്ന് ദിവസവും തണ്ട് വെട്ടാം. തോട്ടമടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ദിവസവും നനയ്ക്കുകയാണെങ്കിൽ ധാരാളം ജലാംശമുള്ള ഫ്രഷായ തണ്ട് വെട്ടാം. അത്തരം തണ്ടുകൾ 2 ദിവസം ഒരു വാട്ടവും തട്ടാതെ വിൽപ്പന സാധ്യമാകും. ചീരച്ചേമ്പ് തണ്ട് ഭാരം കുറഞ്ഞതായതിനാൽ തൂക്കത്തിന് വിൽക്കുക ലാഭമല്ല. വണ്ണമുള്ള 2 അടി നീളമുള്ള ഒരു തണ്ട് കർഷകന് 6 രൂപ കിട്ടുന്ന വിധത്തിൽ വിറ്റാൽ, അതായത് കടക്കാര് 10 രൂപയ്ക്ക് റീറ്റെയിൽ കൊടുക്കും. 5 തണ്ട് ഒരു കറിക്ക് മതിയാകും. ഉപഭോക്താവിന് ചെലവ് 50 രൂപ മാത്രം. ഒരു കറിക്ക് 50 രൂപ മാത്രം മതി. കർഷകന് 5 തണ്ട് വിൽക്കുമ്പോൾ 30 രൂപയും അതിന്റെ ഇല വിൽക്കുമ്പോൾ വീണ്ടും ഒരു 30 രൂപയും, അങ്ങനെ 60 രൂപ ലഭിക്കുന്നതാണ്. നിരവധി ചെലവുകൾ ചെയ്ത് റോബസ്റ്റ, പാളയംകോടൻ വാഴ കൃഷി ചെയ്താൽ കിലോയ്ക്ക് പലപ്പോഴും 10 രൂപ പോലും കിട്ടാറില്ല. തണ്ട് ആവശ്യക്കാർക്ക് തണ്ടും ഇല ആവശ്യക്കാർക്ക് ഇലയും വെവ്വേറെ വിൽക്കാം. പച്ചക്കറി വിളയായതിനാൽ എല്ലാ കാലത്തും എല്ലാ ദിവസവും ആവശ്യക്കാരുണ്ടെന്നതിനാലും കീടനാശിനി വേണ്ടാത്ത വിളയാണെന്നതിനാലും ആവർത്തന ചെലവ് ഇല്ലെന്നതിനാലും ഒരാഴ്ച തണ്ട് വെട്ടാൻ പറ്റിയില്ലെങ്കിൽ അത് മൂത്തുപോകുമെന്ന പ്രശ്നം ഇല്ലാത്തതിനാലും തോട്ടമായി കൃഷി ചെയ്യാവുന്ന നല്ലൊരു വിളയാണ് ചീരച്ചേമ്പ്. മനുഷ്യർക്ക് മാത്രമല്ല, മത്സ്യങ്ങൾക്കും മാടിനും മുയലിനും വളർത്തുകോഴി കാടയ്ക്കും മറ്റ് ഇലകളെക്കാൾ ഇഷ്ടപ്പെട്ട തീറ്റയാണ് ഇത്. സൂര്യപ്രകാശം കുറവുള്ളിടത്തും മറ്റ് വൃക്ഷങ്ങളുടെ ചുവട്ടിലും ഇവ നന്നായി വളരും. നല്ല പൊക്കത്തിൽ തന്നെ വളരും. വളക്കൂറുള്ള മണ്ണാണെങ്കിൽ വലിയ കൂട്ടമാകുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് തണ്ട് മുറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ മതിയായ സൂര്യപ്രകാശം കിട്ടാതെ ചെടി പഴുത്ത് നശിച്ചു പോകും. നല്ല വണ്ണമുള്ള 2-2.5 അടി നീളമാകുമ്പോൾ തണ്ടുകൾ മുറിച്ചെടുക്കാം. 3 അടി 4 അടി നീളമായാലും തണ്ടിൽ ബലമുള്ള നാരുകൾ ഉണ്ടാവുകയില്ല. മുഴുവൻ തണ്ടും മുറിച്ചാലും വീണ്ടും ചെടി വളർന്നുകൊള്ളും. ഇലയും താളും മിക്സ് ചെയ്ത് തോരൻ വെച്ച് കഴിക്കാം. എന്നാൽ തണ്ട് തോരനും ഇലത്തോരനും വെവ്വേറെ രുചിയും കാഴ്ചാനുഭവവും നൽകും. ഇലത്തോരൻ വിറ്റാമിൻ എ ആൽ സമ്പന്നമാണ്. മറ്റിലകളെക്കാളും വേറിട്ട് രുചിദായകവുമാണ്. രുചി മാത്രമല്ല, ഗുണവും കൂടുതലാണ്. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഇലക്കറികളിലും വൻതോതിൽ കീടനാശിനി കലർന്നിട്ടുണ്ട്. നിസ്സാരമായ മുടക്ക് മുതൽ മുറ്റത്തോ ടെറസിലോ മതിലിന് മുകളിലോ സിമന്റ് ചാക്കിലോ ഏത് സ്ഥലപരിമിതിയിലും വളർന്നുകൊള്ളും. വില കൂടിയ വളങ്ങൾ ആവശ്യമില്ല. കീടനാശിനി വേണ്ടേ വേണ്ട. ഒരു ചുവട് വർഷങ്ങളോളം നിലനിൽക്കും. കാര്യമായ പരിചരണം ആവശ്യമില്ല എന്നീ പ്രത്യേകതകളുള്ള ചീരച്ചേമ്പ് ഒരു ഇടവേളയായി കൃഷി ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് നിത്യവരുമാനം ലഭിക്കുന്നതാണ്. അടുത്തടുത്ത 4-5 അങ്ങാടികളിൽ പച്ചക്കറി പലചരക്ക് കടകളിൽ വിപണി കണ്ടെത്താം. ഒരിക്കൽ വാങ്ങിയവർ പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾ എന്ന നിലയ്ക്ക് തീർച്ചയായും വീണ്ടും വാങ്ങും.